بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ വചനങ്ങളും സൂറത്തു ആലി ഇംറാനിലെ അവസാനത്തെ വചനങ്ങളും തഫ്സീർ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പഠിക്കാൻ സാധിച്ചു. സർവശക്തനായ അള്ളാഹുവിന് സ്തുതി രേഖപ്പെടുത്തുന്നു. ഇനിയും കൂടുതൽ ഖുർആൻ പഠിക്കുവാനും വിശദീകരണം ഗ്രഹിക്കുവാനും അതുപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൻ നിസായിലെ ഏതാനും ചില വചനങ്ങളാണ്. സൂറത്തുൻ നിസായിലെ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് നാം ഇന്നു മുതൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പഠന ശൈലി എല്ലാവർക്കും അറിയാവുന്നതുപോലെ തഫ്സീർ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പഠന രീതിയാണ്. അത് മുഖേന അനന്തരാവകാശ നിയമങ്ങളും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കുവാനും വേണ്ടിയാണ് നാം ഉദ്ദേശിക്കുന്നത്. ഈ പഠനം ഏറ്റവും ഭംഗിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. തഫ്സീർ വായിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പഠനം കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്നാമത്തെ വശം തഫ്സീർ വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക. രണ്ടാമത്തെ വശം ഇതിൻ്റെ തത്ബീഖിയായ പ്രായോഗിക വശമാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ക്ലാസിൻ്റെ അവസാനവും 15-20 മിനിറ്റ് പ്രായോഗിക വശത്തിന് വേണ്ടി നീക്കി വെക്കുന്നതാണ്. അതായത് നമ്മൾ പഠിച്ച ആയത്ത് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ട വീതം മനസ്സിലാകുവാൻ വേണ്ടി ചില പഠന രീതി നമ്മൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൻ നിസായിൽ എത്ര ആയത്തുകളുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ് 3 ആയത്തുകളാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ ആയത്ത് 11, 12. പിന്നീട് സൂറത്തുൻ നിസായിലെ അവസാനത്തെ ആയത്തും കൂടിയാൽ അനന്തരാവകാശ ആയത്തുകളായി. അതോടൊപ്പം ചില ഹദീസുകളും കൂട്ടിച്ചേർത്താൽ അനന്തരാവകാശ നിയമങ്ങളുടെ പൂർത്തീകരണം ആയി. ആ ഹദീസുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠനത്തിലൂടെ നാം പഠിക്കുന്നതാണ്. ഏതായാലും ഇമാം ഇബ്നു കസീറിൻ്റെ തഫ്സീർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ നോട്ട് തയ്യാറാക്കിയതാണ്. അതിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില റിവായത്തുകളും ഹദീസുകളും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനം നാം പറഞ്ഞതുപോലെ അതിൻ്റെ പ്രായോഗിക വശം നടപ്പിൽ വരുത്തുന്നതാണ്. രണ്ടും കൂടിച്ചേർന്നാൽ കൂടുതൽ നിയമങ്ങൾ മനസ്സിലാക്കാൻ ഗ്രഹിക്കാനും സാധിക്കുമെന്ന് മനസ്സിലാക്കും. قال الإمام ابن كثير في تفسيره هذه الآية الكريمة والتي بعدها والآية التي هي خاتمة هذه السورة هن آيات علم الفرائض. هذه الآية الكريمة ഈ മഹത്തായ ആയത്ത് ഏത് ആയത്ത്? ഈ 11ാമത്തെ ആയത്ത് യൂസീകുമുല്ലാഹു ഫി ഔലാദിക്കും എന്ന ഈ ആയത്ത്. വല്ലതി ബഅദഹ ഇതിന് ശേഷമുള്ള ആയത്തും, അതായത് 12ാമത്തെ ആയത്തും. വൽ ആയത്തു ലതി ഹിയ ഖാതിമതു ഹാദിഹി സൂറ സൂറത്തുൻ നിസായിലെ ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്തും. വൽ ആയത്തു ലതി ഹിയ
ഒരു ആയത്ത് ഖാതിമത്തു ഹാദിഹി സൂറ, ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത്. ഈ 3 ആയത്തുകളും ഹുന്ന ആയാതു ഇൽമിൽ ഫറായിദ്, ഹുന്ന ആയാതു ഇൽമിൽ ഫറായിദ്. എന്താ അർത്ഥം? അവ ഇൽമുൽ ഫറായിദിന്റെ അഥവാ അനന്തരാവകാശ ശാസ്ത്രത്തിന്റെ ആയത്തുകളാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ കർമ്മങ്ങളുടെ വിശദീകരണം ഖുർആനിലൂടെ പറയലില്ല. നമസ്കാരം, റക്അത്തുകളുടെ വിശദീകരണം, അതുപോലെ തന്നെ പാരായണം ചെയ്യുന്ന രീതി, മറ്റു കർമ്മങ്ങളുടെയും വിശദീകരണം ഖുർആനിൽ കുറവാണ്. സുന്നത്തിലൂടെയാണ് കർമ്മങ്ങളുടെ വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അനന്തരാവകാശ വിഷയത്തിന്റെ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു അതിന് ഇൽമുൽ ഫറായിദ് എന്ന നാമം നൽകാനുള്ള കാരണം, അൽ ഫറായിദ് എന്നത് ഫർദിൽ നിന്ന് വന്നതാണ്. ഫർദിന്റെ ഒരു അർത്ഥം എന്താണ്? നിശ്ചയിക്കുക, നിർണയിക്കുക എന്നൊക്കെയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമങ്ങൾ, ഇതിന്റെ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി നിശ്ചയിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇൽമുൽ ഫറായിദ് എന്ന പേര് ഇതിന് നൽകപ്പെട്ടു. വഹുവ മുസ്തൻബത്തുൻ മിൻ ഹാദിഹിൽ ആയാതി സലാസ്. ഈ ശാസ്ത്രം, വഹുവ അത്, ഏത്? ഈ ശാസ്ത്രം, ഈ ഇൽമ് മുസ്തൻബത്തുൻ മിൻ ഹാദിഹിൽ ആയാതി സലാസ്, ഈ 3 ആയത്തുകളിൽ നിന്നാണ് എടുക്കപ്പെട്ടത്. വമിനൽ അഹാദീസിൽ വാരിദതി ഫീ ദാലിക മിമ്മാ ഹുവ കത്തഫ്സീരി ലിദാലിക്, അതിൻ്റെ വിശദീകരണം എന്ന നിലക്ക് അതിൽ വന്ന ഹദീസുകളിൽ നിന്നും ആണ് ഈ ഇൽമ് എടുക്കപ്പെട്ടത്. മുസ്തംബത്തുൻ മിൻ ഹാദിഹിൽ ആയാതി അസ്സലാസി വമിനൽ അഹാദീസിൽ വാരിദ. അപ്പോൾ ഈ ഫറായിദ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ വിധി പ്രകാരം നിശ്ചയിക്കപ്പെട്ടതാണ്. മറിച്ച് അതിൽ എന്തില്ല? ഇജ്തിഹാദില്ല. ഇത് അള്ളാഹുവിൻ്റെ ഹുക്മാണ്, അള്ളാഹുവിൻ്റെ വിധിയാണ്. നിർബന്ധമായും ഈ വിധി നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കണം. അതിലെന്തില്ല? ഇജ്തിഹാദില്ല. അതായത് ഒരാൾ മരിച്ചാൽ അയാളുടെ മക്കൾക്ക്, ഭാര്യയ്ക്ക് എന്ത് നൽകണം, എത്ര ഓഹരിയാണ് നൽകേണ്ടത് എന്ന കാര്യത്തിൽ എന്തിനവകാശമില്ല? ഇജ്തിഹാദിന്, ഗവേഷണത്തിന് അവകാശമില്ല. അത് തൗഖീഫിയാണ്. അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമേ നമുക്കത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. വൽ നസ്കുർ മിൻഹാ മാ ഹുവ മുതഅല്ലിഖുൻ ബിതഫ്സീരി ദാലിക്, അതിൻ്റെ തഫ്സീറുമായി, വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട ചിലത് നാം ഉദ്ധരിക്കുന്നതാണ്. ഏത്? ഹദീസുകളെ. അതായത് ഹദീസുകൾ ധാരാളമുണ്ട്, ഫറായിദുമായി ബന്ധപ്പെട്ട പല ഹദീസുകളുമുണ്ട്. എന്നാൽ ഈ ആയത്തിന്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നാം ഉദ്ധരിക്കുന്നതാണ്. വഖദ് വറദ തർഗീബു ഫീ തഅലീമിൽ ഫറായിദ്, അനന്തരാവകാശ ശാസ്ത്രം പഠിപ്പിക്കുന്നതിന് പ്രേരണയായി പല ഹദീസുകളും വന്നിട്ടുണ്ട്. വഖദ് റവാ അബൂ ദാവൂദ് വബ്നു മാജ, വാവിന് ശേഷം ഹംസത്തുൽ വസ്ലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹംസത്തുൽ വസ്ൽ കൂട്ടിച്ചേർത്താൽ നഷ്ടപ്പെടും. ഇബ്നു മാജ എന്ന് വായിക്കാൻ പാടില്ല. എങ്ങനെ വായിക്കേണ്ടത്? വബ്നു മാജ. അതെ, അതായത് വദ്കുർ റബ്ബക എന്ന ഈ വചനം വാവിന് ശേഷം എന്താണുള്ളത്? അലിഫ് ആണ്, അല്ലെങ്കിൽ ഹംസത്തുൽ വസ്ലാണ്. അലിഫുൽ വസ്ൽ എന്ന് പറയും പണ്ഡിതന്മാർ. ഈ ഹംസത്തുൽ വസ്ൽ കൂട്ടി വായിക്കുമ്പോൾ നഷ്ടപ്പെടും. വഉദ്കുർ എന്ന് പറയാൻ പാടില്ല. അബൂ ദാവൂദും ഇബ്നു മാജയും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അൻ അബ്ദില്ലാഹി ഇബ്നു അംറിൻ മർഫൂഅ, അബ്ദുല്ലാഹി ഇബ്നു അംർ
റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മർഫൂ ആയിട്ട് അബൂദാവൂദും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ മർഫൂ എന്ന് വെച്ചാൽ പല ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പദമാണ് മർഫൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഉയർത്തപ്പെടുന്ന ചേർത്ത വചനങ്ങൾക്കാണ് മർഫൂ എന്ന് പറയുക. നബിയിലേക്ക് ചേർക്കുമ്പോൾ മർഫൂ എന്ന് പറയും. എന്നാൽ ഒരു സഹാബിയുടെ വചനമാണെങ്കിൽ സഹാബിയിലേക്ക് ചേർത്ത് പറയുമ്പോൾ എന്ത് പറയും? മൗഖൂഫ് എന്ന് പറയും. ഇത് മൗഖൂഫായ റിവായത്താകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? സഹാബി വരെയാണ് അത് അവസാനിക്കുന്നത്, ഇതിൻ്റെ പരമ്പര അവസാനിക്കുന്നത്. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഉയരുമ്പോഴോ അത് മർഫൂ എന്ന് പറയും. അപ്പോൾ ഇത് നബിയുടെ വാക്കായിട്ട് വചനമായിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ എന്ന സഹാബി റിപ്പോർട്ട് ചെയ്തു. എന്താണ്? അൽ ഇൽമു സലാസത്തുൻ, വിജ്ഞാനം മൂന്നാകുന്നു. വമാ സിവാ ദാലിക ഫഹുവ ഫദ്ലുൻ, അതല്ലാത്തതെല്ലാം ഫദ്ലാകുന്നു, അധികമായ വിജ്ഞാനമാകുന്നു. അതായത് പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വിജ്ഞാനങ്ങൾ മൂന്നാകുന്നു. ബാക്കിയുള്ളതെല്ലാം അത്ര പ്രാധാന്യമുള്ള വിജ്ഞാനങ്ങളല്ല എന്നാണ് ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ? ആയത്തുൻ മുഹ്കമ, ഖണ്ഡിതമായ ആയത്ത്. അതായത് സാദൃശ്യമുള്ള ആയത്തുകളും സുവ്യക്തമായ ഖണ്ഡിതമായ ആയത്തുകളും ഖുർആനിൽ ഉണ്ട്. അതായത് നമ്മൾ ഒരു വേളയിൽ പഠിച്ചതാണ് നസ്ഖ് എന്ന ആയത്ത്, അല്ലേ? എന്താണ്? നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഒളിപ്പിച്ചു വച്ചാലും നിങ്ങൾ വെളിപ്പെടുത്തിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ചൊല്ലി നിങ്ങളെ വിചാരണ ചെയ്യുന്ന ആയത്ത് പഠിച്ചല്ലോ. വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ. ഈ ആയത്ത് മൻസൂഖാണെന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? മൻസൂഖ് എന്ന് വെച്ചാൽ അത് ഉയർത്തപ്പെട്ടതാണ്. അതിന് പകരമായി അള്ളാഹു കൊണ്ടുവന്ന എന്താണ്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. മനുഷ്യൻ എന്താണോ സമ്പാദിച്ചത് അതിനെ തുടർന്നാണ് അള്ളാഹുവിൻ്റെ വിചാരണ ഉണ്ടാവുക. നന്മ സമ്പാദിച്ചാൽ അതിന് അള്ളാഹു സുബ്ഹാനഹു സ്വർഗം കൊടുക്കും, തിന്മ സമ്പാദിച്ചാൽ അതിന് ശിക്ഷ കൊടുക്കും. ഏതായാലും ഇത് മൻസൂഖായ ആയത്താകുന്നു. മൻസൂഖായ ആയത്തിന് ഖണ്ഡിതമായ മുഹ്കമത്തായ ആയത്തെന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് മുഹ്കമല്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ മൻസൂഖിൻ്റെ വിപരീതമായിട്ട് മുഹ്കം എന്ന വാക്ക് പ്രയോഗിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആയത്തുൻ മുഹ്കമ ഔ സുന്നത്തുൻ ഖായിമ, അല്ലെങ്കിൽ രണ്ടാമത്തെ വിജ്ഞാനം എന്താകുന്നു? സ്ഥിരപ്പെട്ട സുന്നത്ത്. ഔ ഫരീദത്തുൻ ആദില, നീതിപൂർവം വീതം ചെയ്യപ്പെടുന്ന അനന്തരാവകാശ സ്വത്ത്, അതുമായി ബന്ധപ്പെട്ട അറിവും അത് പ്രധാനപ്പെട്ട ഇൽമാകുന്നു. ഈ ഹദീസ് ഇബ്നു മാജയും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ പരമ്പരയിൽ ദൗർബല്യം ഉണ്ടായതുകൊണ്ട് പണ്ഡിതന്മാരെ ദഈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിക്കാനുള്ള കാരണം ദൗർബല്യമുണ്ടെങ്കിലും ഇതിൻ്റെ ആശയം ശരിയാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി അല്പം ദൗർബല്യമുണ്ടെങ്കിലും പണ്ഡിതന്മാർ സാധാരണ ഹലാൽ ഹറാമുമായി ബന്ധപ്പെടാത്ത കാര്യമല്ലാത്തത് കൊണ്ട് റിവായത്തുകൾ ഉദ്ധരിക്കും. അപ്പോൾ ഈ വിഷയം ഏത് കാര്യവുമായി ബന്ധപ്പെട്ടതാണ്? ഈ ഹദീസ് ഇൽമുൽ ഫറാഇദ് പഠിക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ പ്രേരിപ്പിക്കുന്ന റിവായത്തുകളാണ്. ഒരു നല്ലൊരു കാര്യമാണ്. വലൈക്കും അസ്സലാം. അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫദാഇലുൽ അഅമാലുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട്, ഹദീസ് ആയതുകൊണ്ട് ഉദ്ധരിക്കുന്നതിൽ എന്തില്ല, കുഴപ്പമില്ല. എന്നാൽ ഹലാൽ ഹറാമ് നിശ്ചയിക്കുന്ന റിവായത്തുകളാണെങ്കിൽ അത് എന്ത് നിർബന്ധമാണ്? സഹീഹ് ആകണമെന്ന് നിർബന്ധമാണ്. വഅൻ അബീ ഹുറൈറത ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅല്ലമുൽ ഫറായിദ്, നിങ്ങൾ ഫറായിദ് അനന്തരാവകാശ ശാസ്ത്രം പഠിക്കുക. വഅല്ലിമൂഹുന്നാസ്,
നിങ്ങൾ ജനങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ഫഇന്നഹു നിസ്ഫുൽ ഇൽം, കാരണം അത് വിജ്ഞാനത്തിന്റെ പകുതിയാകുന്നു, ജ്ഞാനത്തിന്റെ പകുതിയാകുന്നു. വഹുവ യുൻസ, അത് വിസ്മരിക്കപ്പെടുന്നതാണ്. ഏത്? ഇൽമുൽ ഫറായിദ് അവസാന കാലഘട്ടത്തിൽ വിസ്മരിക്കപ്പെടുന്നതാണ്. വഹുവ അവ്വലു ശൈഇൻ യുൻസഉ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യം എടുക്കപ്പെടുന്ന, നീക്കം ചെയ്യപ്പെടുന്ന ശാസ്ത്രം ഇൽമുൽ ഫറായിദാണ്. എന്താ അതിൻ്റെ അർത്ഥം? പണ്ഡിതന്മാർ പറയുന്നു, ഈ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠനങ്ങളും അതുപോലെ തന്നെ രചനകളും എല്ലാം നിലച്ചു പോകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രാധാന്യം നൽകാതിരിക്കുക, അത് പഠനത്തിന് പ്രാധാന്യം നൽകാതിരിക്കുക, അങ്ങനെ പണ്ഡിതന്മാരും വിദ്യാർത്ഥികളുമെല്ലാം ഈ ഇൽമ് പഠിക്കാതിരിക്കുമ്പോൾ അത് വിസ്മരിക്കപ്പെടും. അങ്ങനെ ഈ ഇൽമ് എല്ലാവരും മറന്നുപോകും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകും. റവാഹു ഇബ്നു മാജ വഫി ഇസ്നാദിഹി ളഅഫുൻ, അതിൻ്റെ പരമ്പരയിൽ ഒന്നുണ്ട്, ദൗർബല്യമുണ്ട്. ഇത് ഇബ്നു കസീർ ഉദ്ധരിക്കാനുള്ള കാരണം എന്താണ്? ഈ ഇൽമ് പഠിക്കുവാൻ നിങ്ങൾ ജാഗ്രത പുലർത്തണം എന്ന കാര്യം സമർത്ഥിക്കുവാൻ വേണ്ടിയാണ്. ഖാല സുഫ്യാൻ ഇബ്നു ഉയൈന ഇന്നമാ സമ്മൽ ഫറായിദ നിസ്ഫൽ ഇൽം ലിഅന്നഹു യുബ്തലാ ബിഹി الناس കുല്ലുഹും. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറായിദ് എന്ന ഇൽമിന് നിസ്ഫൽ ഇൽം എന്ന വിശേഷണം നൽകിയത്? കാരണം എല്ലാ ജനങ്ങളും അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു. അതായത് എല്ലാ ജനങ്ങൾക്കും ബാധകമായ ഇൽമാകുന്നു ഇൽമുൽ ഫറായിദ്. ചില പണ്ഡിതന്മാർ നിസ്ഫുൽ ഇൽമി എന്ന കാര്യത്തെ വേറെ നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നു. ഫത്ഹുൽ ബാരിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. അതായത് മനുഷ്യന്റെ ശാസ്ത്രം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് രണ്ട് നിലയ്ക്ക് വിഭജിക്കാം. ഒന്ന്, മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി വിജ്ഞാനം. രണ്ടാമത്തെ വിജ്ഞാനം എന്താണ്? മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അവൻ സ്വത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൽമുൽ ഫറായിദ് നിസ്ഫുൽ ഇൽമാകുന്നു എന്ന വ്യാഖ്യാനം കൂടി പണ്ഡിതന്മാർ കൂട്ടിച്ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിക്കുന്നതിന് മുമ്പ് നൽകിയ ചില റിപ്പോർട്ടുകൾ. ഒരു ഹദീസ് കൂടി വായിച്ച് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അൻ ജാബിറിൻ ഖാല ജാഅത് ഇംറഅതു സഅദ് ഇബ്നു റബീഅ്, സഅദ് ഇബ്നു റബീഅ് റളിയല്ലാഹു അൻഹുവിന്റെ പത്നി, ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വന്നു. ജാഅത് ഇംറഅതു സഅദ് ഇബ്നു റബീഅ്, ആരാ സഅദ് ഇബ്നു റബീഅ് റളിയല്ലാഹു അൻഹു? അദ്ദേഹം അൻസാരി സഹാബി വര്യനാണ്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിലാണ് മരണപ്പെട്ടത്, ഷഹീദായി മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സ്വത്തോഹരിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് അവരുടെ അടുക്കിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നു. ഫഖാലത് യാ റസൂലല്ലാഹ് ഹാതാനി ഇബ്നതാ സഅദ് ഇബ്നു റബീഅ്, സഅദ് ഇബ്നു റബീഇന്റെ രണ്ട് പെൺമക്കളാണ് ഇവർ രണ്ടുപേരും. ഇത് പെൺമക്കളുമായിട്ടാണ് ആര് പോയത്? ഭാര്യ പോയത്. എന്താണ് വിഷയം? ഖുതില അബൂഹുമാ മഅക് ഫി യൗമി ഉഹുദിൻ ഷഹീദ. ഇവരുടെ പിതാവ് സഅദ് റളിയല്ലാഹു അൻഹു താങ്കളോടൊപ്പം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഷഹീദായി മരണപ്പെട്ടു. വഇന്ന അമ്മഹുമാ അഖദ മാലഹുമാ, എന്നാൽ ഇവരുടെ പിതൃവ്യൻ അമ്മ ഇവരുടെ സ്വത്ത് എടുത്തു. എന്താ എടുക്കാനുള്ള കാരണം? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഉണ്ടായ സമ്പ്രദായം എന്തായിരുന്നു? സ്വത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പാടില്ല. ആരാണോ യുദ്ധത്തിൽ പങ്കെടുത്ത് യുദ്ധമുതലുകൾ അവകാശപ്പെടുത്തുന്നത് അവർക്കാണ് അനന്തരാവകാശ സ്വത്തിന്റെ
അവകാശം എന്ന് ഒരു വാദം ഒരു സമ്പ്രദായം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ അഥവാ അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ അമ്മായ ഇയാളും ഇതേ രീതിയിൽ ചെയ്തു. ഫലം യദഅ ലഹുമാ മാല, ഇവർക്ക് യാതൊരു സമ്പത്തും ബാക്കി വെച്ചില്ല. എല്ലാ സ്വത്തും ആരെടുത്തു? ഈ കുട്ടികളുടെ അമ്മായ ഇദ്ദേഹം എടുത്തു. വലാ യുൻകഹാനി ഇല്ലാ വലഹുമാ മാൽ, ഇവർക്ക് സമ്പത്തില്ലാതെ വിവാഹം കഴിക്കപ്പെടുകയുമില്ല. അതായത് അവരെ കല്യാണം കഴിക്കണമെങ്കിൽ അവർക്ക് എന്തുണ്ടാവണം? മാലുണ്ടാവണം, സമ്പത്തുണ്ടാകണം. ഈ മാൽ എന്ന വാക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒന്നിനെ എടുത്തു മാറ്റുക. ഖാല ഫഖാല, പറഞ്ഞു, ശേഷം പറഞ്ഞു. എന്താണ് 2 പ്രാവശ്യം ഖാല ഫഖാല വരാനുള്ള കാരണം? ആദ്യത്തെ ഖാല ആദ്യത്തെ ഖാല ആര് പറഞ്ഞു? ഇന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടേ ആദ്യത്തെ അള്ളാഹു പറഞ്ഞു. അള്ളാഹിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ലല്ലോ. അമ്മോടെ ഇല്ല. അമ്മിനെ കുറിച്ച് ഭാര്യ പറയാണ്, ഇങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ കുട്ടികളുടെ സ്വത്തെല്ലാം എടുത്തു മാറ്റി, താങ്കൾ ഒരു പരിഹാരം നൽകണമെന്ന ഒരു പരാതിയുമായിട്ടാണ് വന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു, ഈ ഹദീസിന്റെ റാവിയായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫഖാല, ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യഖ്ദില്ലാഹു ഫീ ദാലിക്, യഖ്ദില്ലാഹു, അള്ളാഹു എന്ന പദത്തിന് മുമ്പ് കസ്ർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാക്കിനായ വന്നു കഴിഞ്ഞാൽ അള്ളാഹു എന്ന സ്വരത്തിൽ നിന്ന് അല്ലാഹു എന്ന സ്വരത്തിലേക്ക് മാറും. അതുകൊണ്ട് യഖ്ദില്ലാഹു ഫീ ദാലിക്, ആ കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനം പറയും, ഒരു വിധി പ്രഖ്യാപിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടോ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഒരു കാര്യം പറഞ്ഞില്ല, അള്ളാഹുവിന്റെ വഹ്യ് വരാൻ കാത്തിരുന്നു. ഫനസലത് ആയത്തുൽ മീറാസ്, അപ്പോൾ തന്നെ ആയത്തുൽ മീറാസ്, അതായത് ആ സംഭവത്തിന് ശേഷം ഉടനെ തന്നെ മീറാസിന്റെ അനന്തരാവകാശത്തിന്റെ ആയത്ത് ഇറങ്ങി അവതരിച്ചു. ഫഅർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അമ്മിഹിമ, ഇവിടെ സല്ല എന്ന വാക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒന്നിനെ എടുത്തു മാറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുൽ മീറാസ്, മീറാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനന്തരാവകാശത്തെ ആയത്ത് ഇറങ്ങിയതിന് ഉടനെ തന്നെ ഈ കുട്ടികളുടെ അമ്മ പിതൃവിനിലേക്ക് ഒരാളെ അയച്ചു. അങ്ങനെ പറയാൻ പറഞ്ഞു, അഅതി ഇബ്നതൈ സഅദിൻ الثلثين, അഅതി ഇബ്നതൈ സഅദിൻ الثلثين, സഅദിന്റെ 2 മക്കൾക്കും താങ്കൾ സ്വത്തിന്റെ 3/2 ഓഹരി നൽകുക. വ ഉമ്മഹുമാ അസ്സുമുൻ, അവരുടെ മാതാവിന് ഉമ്മാക്ക് എത്ര കൊടുക്കണം? 8/1 കൊടുക്കണം. വമാ ബഖിയ ഫഹുവ ലക്, ഇവിടെ വ ഉമ്മഹുമാ അസ്സുമുൻ എന്ന നിയമം കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം സൂചിപ്പിച്ചതാണ്. അതായത് മരിച്ച ആൾക്ക് മക്കളുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എത്ര കൊടുക്കേണ്ടത്? 8/1. എന്നാൽ മക്കളില്ലെങ്കിലോ 4/1 കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ആയത്തൊക്കെ അടുത്ത ക്ലാസ്സിലൂടെ നാം പഠിക്കും. ഓരോന്നിനും തെളിവുണ്ട്. വമാ ബഖിയ ഫഹുവ ലക്, ബാക്കിയുള്ളത് ആർക്കാണ്? താങ്കൾക്കുള്ളതാണ്. അപ്പൊ താങ്കൾക്ക് നാം സ്വത്ത് നിഷേധിക്കുന്നില്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചവർക്ക് ആദ്യം സ്വത്ത് അവകാശങ്ങൾ നൽകുക, എന്നിട്ട് താങ്കൾക്ക്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ച ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ്. അൽഹിഖുൽ ഫറായിദ ബി അഹ്ലിഹാ വമാ ബഖിയ ഫഹുവ ലിഔലാ ദകരിൻ,
അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കണക്ക് പ്രകാരം എല്ലാവർക്കും അവരവരുടെ അവകാശങ്ങൾ നൽകുക. എന്നിട്ട് ബാക്കിയുള്ളത് ആർക്കാണ് കൊടുക്കേണ്ടത്? മരിച്ച ആളോട് ഏറ്റവും കുടുംബ ബന്ധമുള്ള അടുപ്പമുള്ള പുരുഷനാണ് നൽകേണ്ടത്. അപ്പൊ ഇവിടെ കുട്ടി ഈ സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചു. അയാളുടെ പെൺമക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു നിശ്ചയിച്ചതാണ് എത്ര? അസ്സുലുസൈൻ, സ്വത്തിന്റെ 2/3 ഭാഗം. ഭാര്യക്ക് 8/1. ബാക്കിയുള്ളത് ഫഹുവ ലിഔലാ റജുലിൻ സക്കർ, ഏറ്റവും അടുപ്പമുള്ള അടുത്ത പുരുഷനാണ് നൽകേണ്ടത്. അപ്പൊ ഇതെല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഓഹരി വീതമാണ് പറഞ്ഞു വരുന്നത്. ഇത് ഇമാം അബൂ ദാവൂദും തിർമിദിയും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഹദീസ് ഹസനാണെന്ന് ഷെയ്ഖുൽ അൽബാനി റഹ്മഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. വഖദ് റവാഹു അബൂ ദാവൂദ വത്തിർമിദിയു വഇബ്നു മാജ. പണ്ഡിതന്മാർ പറയുന്നു ഈ സംഭവമാകുന്നു ഇസ്ലാമിലെ ആദ്യത്തെ സ്വത്ത് ഓഹരി ചെയ്യൽ. ആദ്യത്തെ ഖിസ്മ, മീറാസിനുള്ള ആദ്യത്തെ ഖിസ്മ ഇസ്ലാമിൽ ഈ സംഭവമാകുന്നു എന്ന് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ആയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ആമുഖം നിലക്ക് 3 ഹദീസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 3ാമത്തെ ഹദീസ് സ്വീകാര്യമായ ഹദീസാകുന്നു. ഈ ഹദീസിൽ നിന്നാണ് സഹോദരന്മാരെ 2 പെൺമക്കൾ ഉണ്ടെങ്കിൽ അവർക്കും സ്വത്തിന്റെ 2/3 ഭാഗമാണ് നൽകേണ്ടത് എന്ന് ഗണ്ഡിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതിലൂടെയാണ്? ഈ ഹദീസിലൂടെയാണ്. കാരണം ആയത്ത് നോക്കൂ നിങ്ങൾ, യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ സന്താനങ്ങളിൽ അള്ളാഹു നിങ്ങളെ നീതിപൂർവം പ്രവർത്തിക്കാൻ, വിതരണം ചെയ്യാൻ നിങ്ങളെ നിർദ്ദേശിക്കുന്നു. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, 2 പെണ്ണിന്റെ അവകാശമാകുന്നു ഒരു ആണിന്. ലിദ്ദക്കരി ആണിന്, പുരുഷന്, മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ 2 പെണ്ണിന്റെ അവകാശത്തിന് തുല്യമായതാണ് ആണിനുള്ളത്. ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇത്നതൈൻ, എന്നാൽ പെൺമക്കൾ 2ൽ കൂടുതലാണെങ്കിൽ ഫലഹുന്ന സുലുസ മാ തറക്, മരിച്ച ആള് വിട്ടേച്ചു പോയ സ്വത്തിന്റെ 2/3 ഭാഗവും ആർക്കാണുള്ളത്? 2 പെൺമക്കളിൽ കൂടുതലാണെങ്കിൽ. 2 പെൺമക്കളിൽ കൂടുതലുള്ള വിഷയമാണ് ഖുർആനിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടത്. എന്നാൽ 2 പെൺമക്കളാണെങ്കിലോ എത്ര കൊടുക്കേണ്ടത് എന്ന കാര്യം കൃത്യമായി നമുക്ക് എങ്ങനെ മനസ്സിലായത്? ഹദീസിൽ നിന്ന്. എന്നാൽ ഒരു പെണ്ണാണെങ്കിലോ അടുത്ത ആയത്ത് നോക്കൂ നിങ്ങൾ, വഇൻ കാനത് വാഹിദതൻ, ഒറ്റ പെണ്ണാണെങ്കിൽ ഫലഹൻ നിസ്ഫു, അവൾക്ക് എത്രയാണ്? സ്വത്തിന്റെ പകുതിയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾ ഇനി പഠിക്കുന്നതാണ് വരും നാളുകളിൽ. ഫഖൗലുഹു തആല യൂസികുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. ആയത്തിന്റെ അർത്ഥം, നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്താണ്? പുരുഷന് സ്ത്രീകളുടെ ഇരട്ടി അവകാശമാകുന്നു. ഐ യഅ്മുറുക്കും ബിൽ അദ്ലി ഫീഹിം, അതായത് അവരുടെ കാര്യത്തിൽ നീതിപൂർവം പ്രവർത്തിക്കാൻ അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഫഇന്ന അഹ്ലൽ ജാഹിലിയ്യതി, ഇതർത്ഥം ജാഹിലിയക്കാർ, അഹ്ലൽ ജാഹിലിയ കാനു യജഅലൂന ജമീഅൽ മീറാസി, അവർ എല്ലാ സ്വത്തും, കാനു യജഅലൂന ജമീഅൽ മീറാസി ലിദ്ദുകൂരി ദൂനൽ ഇനാസ്, സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട്, പെൺകുട്ടികളെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ സ്വത്തും ആർക്ക് നൽകുമായിരുന്നു? പുരുഷന്മാർക്ക് നൽകുമായിരുന്നു. അവരുടെ വാദം എന്തായിരുന്നു? യുദ്ധത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധതയുള്ള, കഴിവുള്ള, കരുത്തുള്ള പുരുഷന്മാർക്ക് മാത്രമാകുന്നു സ്വത്താവകാശം. അതായത് അവർ ധാരാളം പല പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നു,
അങ്ങനെ അവർ യുദ്ധമുതലുകൾ ശേഖരിക്കുന്നു. മരണപ്പെട്ടാൽ അതിൻ്റെ അവകാശം കുട്ടികൾക്കും സ്ത്രീകൾക്കും കൊടുക്കാൻ പാടില്ല. അങ്ങനെ അക്രമമൂലം ദുൽമിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വ്യവസ്ഥയായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കം ചെയ്തുകൊണ്ട് നീതിപരമായ ഒരു ഓഹരി രീതിയാണ് അൽഹംദുലില്ലാഹ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. فأمر الله تعالى بالتسوية بينهم في أصل الميراث. മീറാസിന്റെ യഥാർത്ഥ വിധി പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളെയും പുരുഷന്മാരെയും തമ്മിൽ വ്യത്യാസപ്പെടുത്താതെ തുല്യമായി അവർക്ക് അവകാശം നൽകി. തുല്യമായ അവകാശം നൽകിയ അർത്ഥം, അതായത് പുരുഷന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വത്തിൽ അവകാശം നൽകിയിട്ടുണ്ട്, അതേപോലെ തന്നെ സ്ത്രീകൾക്കും അവകാശം നൽകിയിട്ടുണ്ട്. അവകാശത്തിന്റെ വിഷയത്തിൽ ഒരു വ്യത്യാസം കാണിച്ചിട്ടില്ല. അതായത് സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രീതി ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. വഫാവത ബൈന സിൻഫൈൻ, ഇരു കൂട്ടർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വത്തിന്റെ അവകാശം നൽകിയിട്ടുണ്ടെങ്കിലും പക്ഷേ രണ്ട് വിഭാഗക്കാർ തമ്മിലും വ്യത്യാസമുണ്ട്. എത്രയാണ് കണക്കിന്റെ വിഷയത്തിൽ, എത്രയാണ് സ്ത്രീക്ക് നൽകപ്പെടേണ്ടത്, പുരുഷൻ നൽകപ്പെടേണ്ടത് എന്ന വിഷയത്തിൽ എന്തുണ്ട്? തഫാവുത്തുണ്ട്, വ്യത്യാസമുണ്ട്. ഫജഅല ലിദ്ദകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, രണ്ട് പെണ്ണിന്റെ ഓഹരിക്ക് തുല്യമായതാണ് ആണിനുള്ളത്. വദാലിക ലിഹ്തിയാജി റജുലി ഇലാ മുഅനത്തിൻ നഫഖതി والكلفة ومعاناة التجارة والتكسب وتحمل المشاق. കാരണം പുരുഷൻ ചിലവിന്റെ ഭാരവും കച്ചവട സമ്പാദ്യ ബാധ്യതയും പ്രയാസങ്ങളും വഹിക്കുന്നു. പ്രയാസങ്ങളും ഇവിടെ സ എന്ന അക്ഷരം കൂട്ടിച്ചേർക്കുക. فناسب أن يعطى ضعفي ما تأخذه الأنثى. അതുകൊണ്ട് സ്ത്രീ എടുക്കുന്നതിന്റെ ഇരട്ടി പുരുഷന് നൽകപ്പെടുന്നത് അനുയോജ്യമാകുന്നു. കാരണം സ്ത്രീകൾക്ക് പുരുഷനെ പോലെ തന്നെ ചെലവ് കൊടുക്കാനും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടില്ല. അത്രയും ഉത്തരവാദിത്തങ്ങളും ചെലവും വരുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം ധാരാളം സമ്പത്തിന് ആവശ്യമുണ്ട്. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം സ്ത്രീകളുടെ ഇരട്ടി അവകാശം പുരുഷന് നൽകിയത്. വഖൗലുഹു ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇത്നതൈനി ഫലഹുന്ന സുലുസാ മാ തറക്. ഫഇൻ കുന്ന നിസാഅൻ, അവർ സ്ത്രീകളാണെങ്കിൽ, ഫൗഖ ഇത്നതൈനി, രണ്ട് പേരിൽ കവിഞ്ഞതാണെങ്കിൽ അഥവാ രണ്ടു പേരുടെ മേലെയാണെങ്കിൽ, ഫലഹുന്ന സുലുസാ മാ തറക്, ഫലഹുന്ന സുലുസാ മാ തറക്, അദ്ദേഹം ഉപേക്ഷിച്ചു പോയ സ്വത്തിന്റെ 2/3 ഭാഗവും അവർക്കുള്ളതാണ്. ഇങ്ങനെ 2 ഭാഗം മനസ്സിലായത്? സുലുസാനി എന്നാണ് ശരിക്കുള്ള വാക്ക്. സ്വത്തിന്റെ 1/3 എന്താ അറബി പറയാം? സുലുസ് ഉണ്ടോ? സുലുസ് എന്ന് വെച്ചാൽ അർത്ഥം 1/3. ഈ 2/3 എന്താ അറബി പറയാം? സുലുസാനി ഉണ്ടോ? സുലുസാനി. അറബി ഭാഷാ നിയമപ്രകാരം ദ്വിവചനം അറബി പറയും മുസന്ന, അതായത് 2 കാര്യത്തെ സൂചിപ്പിക്കുന്ന പദത്തിനാണ് അറബിയിൽ മുസന്ന എന്ന് പറയുക. മുസന്ന വാക്ക് മറ്റു വാക്കിലേക്ക്, വേറൊരു വാക്കിലേക്ക് ചേർക്കപ്പെട്ടാൽ മുസന്നയുടെ അവസാനം വരുന്ന നൂന് നഷ്ടപ്പെടും. അങ്ങനെയാണ് ശരിക്ക് സുലുസ
നീ മാ തറക് എന്നാണ് ശരിക്ക്. അയാൾ മരിച്ച ആള് വിട്ടേച്ചു പോയ സ്വത്തിന്റെ 2/3 ഭാഗം ഉണ്ടോ? സ്വത്തിന്റെ 2/3 അപ്പൊ അവിടെ ഒരു ഇളാഫത്ത് ചേർത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണ് അറബി ഭാഷാ നിയമപ്രകാരം ഈ നൂന് നഷ്ടപ്പെടുന്നത്. ഉണ്ടോ? ഫലഹുന്ന സുലുസാ മാ തറക്. സുലുസാനി മാ തറക് പറഞ്ഞാൽ എന്തായി? തെറ്റായി. ശരി, ഇനി ഏകവചനമാണെങ്കിലോ? ശരിക്കും ഇവിടെ സുലുസുൻ ഇരട്ട വമ്മാണ് നൽകേണ്ടത്. ഈ ഏകവചനാണെന്ന് മനസ്സിലാക്കുക. അതായത് 1/3. ശരി, സുലുസുൻ ശേഷം മാ തറക് എന്ന് ഖുർആൻ അല്ലാത്ത രീതിയിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഇരട്ട വമ്മ് ഒരു വമ്മിന് എടുത്തു കളയാം. സുലുസു മാ തറക്. ഈ രണ്ടാമത്തെ വമ്മിന് പകരമാണ് ഏത് വന്നത്? അതെ, 3/2 ഭാഗം എന്ന് പറയുമ്പോൾ 2 സംഗതിയെ സൂചിപ്പിക്കുന്ന നൂനാണ്. ആ നൂന് ഏതിന് പകരമാണ്? തെൻവീനിന് പകരമാകുന്നു നൂന്. അപ്പോൾ നൂന് ചേർത്ത് പറയുമ്പോൾ നഷ്ടപ്പെടും എന്ന അടിസ്ഥാനത്തിലാണ് ഫലഹുന്ന സുലുസാ മാ തറക്. അലിഫാണ് ശരിക്ക് 3/2 ഭാഗമാണ് എന്ന തെളിവ് എന്താണ്? അലിഫാണ്. ഖാല ബഅദു الناس ഖൗലുഹു ഫൗഖ സായിദ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആയത്തിൽ വന്നല്ലോ ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇസ്നതൈനി, 2 പെണ്ണിൽ കൂടുതലാണെങ്കിൽ അവർക്ക് സ്വത്തിന്റെ 3/2 ഭാഗമുണ്ട്. ഇവിടെ ഫൗഖ എന്ന വാക്ക് അത് ആലങ്കാരികമായി അല്ലെങ്കിൽ അധികം എന്ന നിലക്കാണ് ഉദ്ധരിച്ചത്. അത് ഉദ്ദേശമല്ല. ഇപ്പൊ ഇവര് ഇത് പറയാനുള്ള കാരണം എന്താണ്? അതായത് 2 പേരാണെങ്കിലും 2 പേരിൽ കൂടുതലാണെങ്കിലും അവർക്ക് സ്വത്തിന്റെ 3/2 അവകാശമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വാദം ഉന്നയിച്ചത്. ഫൗഖ് എന്ന വാക്ക് സായിദാണ്. അത് അധികമായി ആ വാക്കിൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെട്ട ഒരു പദമല്ല. കമാ ഫീ ഖൗലിഹി ഫദ്രിബു ഫൗഖൽ അഅനാഖ്. ഫദ്രിബു ഫൗഖൽ അഅനാഖ് എന്ന സൂറത്തുൽ അൻഫാലിലെ 12ാമത്തെ ആയത്തിൽ വന്ന വചനം പോലെയാണ്. ഫദ്രിബു ഫൗഖൽ അഅനാഖ്, നിങ്ങൾ അവരുടെ കഴുത്തുകൾക്കു മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക. എന്താണ് കഴുത്തുകൾക്കു മീതെ എന്ന് പറയുമ്പോൾ? ഇവരുടെ വ്യാഖ്യാന പ്രകാരം ഇവിടെയും ഫൗഖ് എന്ന വാക്ക് ഉദ്ദേശമല്ല. അതായത് കഴുത്തുകൾക്കു മീതെ എന്ന് പറയുമ്പോൾ കഴുത്തുകൾ വെട്ടിക്കൊള്ളുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ വീക്ഷണം അംഗീകരിച്ചില്ല. അദ്ദേഹം പറയുന്നു വഹാദാ ഗൈറു മുസല്ലമിൻ, ഈ വീക്ഷണം നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. ഗൈറു മുസല്ലം, ഇത് അംഗീകരിക്കാൻ പറ്റൂല. ലാ ഹുന വലാ ഹുനാക്, ഇവിടെയും അതായത് ഈ ആയത്തിലും അവിടെയും സൂറത്തുൽ അൻഫാലിലെ ആയത്തിലും നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? ഫഇന്നഹു ലൈസ ഫിൽ ഖുർആനി ശൈഉൻ സായിദുൻ ലാ ഫായിദത ഫീഹ്, ഒരു ഫായിദയുമില്ലാത്ത, ഒരു ഫായിദ പറഞ്ഞാൽ ഒരു ഗുണവുമില്ലാത്ത, ഒരു പ്രയോജനവുമില്ലാത്ത, ഒരു അധികം എന്ന നിലക്കുള്ള ഒരു കാര്യം, അധികമായ ഒരു പദം ഖുർആനിൽ ഉണ്ടാകുന്നില്ല. വഹാദ മുംതനിഉൻ, ഒരു ഫായിദയില്ലാത്ത അധികമായ ഒരു എക്സ്ട്രാ വേർഡ് പദം ഖുർആനിൽ ഉണ്ടാകുന്നത് അസാധ്യമാകുന്നു, മുംതനിആണ്. സുമ്മ ഖൗലുഹു, മാത്രമല്ല അദ്ദേഹം വേറെ നിലക്കും ഗണ്ണിക്കുകയാണ് ഈ അഭിപ്രായത്തെ. ഫലഹുന്ന സുലുസാ മാ തറക്, ഇവിടെ 2 പേരെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുവചന രൂപം അവിടെ പറയില്ല, ഫലഹുന്ന പറയില്ല. മറിച്ച് എന്താ പറയേണ്ടത്? ഫലഹുമാ, അവർക്ക് 2 പേർക്കും സ്വത്തിന്റെ 3/2 ഭാഗമുണ്ട് എന്നല്ലേ പറയേണ്ടത്. മറിച്ച് എന്താ പറയുന്നത്? ഫലഹുന്ന സുലുസാ മാ തറക് എന്ന് പറഞ്ഞു. ലൗ കാനൽ മുറാദു മാ ഖാലൂഹു
ലഖാല ഫലഹുമാ സുലുസാ മാ തറക്. അവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ, അവരുടെ വാദപ്രകാരമാണെങ്കിൽ അള്ളാഹു ഇങ്ങനെ പറയേണ്ടത് ഫലഹുമ, അവർക്ക് രണ്ടു പേർക്കും സുലുസാ മാ തറക്, സ്വത്തിന്റെ അവകാശത്തിൽ 2 ഓഹരി അവർക്ക് ഉണ്ട് എന്നാണ് പറയേണ്ടത്. മറിച്ച് ഫലഹുന്ന ബഹുവചന രൂപമാണ് അവിടെ പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ 2 പെൺമക്കളിൽ 2 സ്ത്രീകളിൽ കൂടുതൽ എന്ന അർത്ഥമാണ് ശരി. എന്നാൽ ഒരു ചോദ്യം വരുന്നുണ്ട്, 2 കുട്ടികളാണെങ്കിലോ 2 പെൺമക്കളാണെങ്കിലോ? അതിന് തെളിവ് വേറുണ്ട്, ഹദീസിലുണ്ട്. മാത്രമല്ല ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും, സൂറത്തുൻ നിസായിലെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് സന്താനമില്ല, പിതാവില്ല, സന്താനമില്ല, പിതാവില്ല. ഈ അവസ്ഥക്കാണ് ഖുർആനിന്റെ ഭാഷയിൽ കലാലത്ത് എന്ന് പറയുക. എന്ത്? കലാലത്ത്. അങ്ങനെയാകുമ്പോൾ ഈ മരിച്ച ആൾക്ക് സഹോദരി ഉണ്ടെങ്കിൽ സഹോദരിക്ക് സ്വത്തിന്റെ പകുതി അവകാശമുണ്ട്. സ്വത്തിന്റെ പകുതി അവകാശം. 2 സഹോദരിമാരുണ്ടെങ്കിലോ അവർക്ക് സ്വത്തിന്റെ 3/2 അവകാശം. സ്വത്തിന്റെ 3/2 അവകാശം. അപ്പം 2 സഹോദരിമാരുണ്ടാവുമ്പോൾ സ്വത്തിന്റെ 3/2 അവകാശമുണ്ട്. അവരെക്കാൾ അവകാശപ്പെട്ടവരാരാണ്? 2 പെൺമക്കൾ ഉണ്ടെങ്കിൽ അവർക്കല്ലേ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ ഖിയാസ് ചെയ്തിട്ടും ഖുർആനിലൂടെ ഖിയാസ് നടത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലുമാണ് പണ്ഡിതന്മാര് 2 പെൺമക്കളാണെങ്കിൽ അവർക്ക് സ്വത്തിന്റെ 2 അവകാശമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഈ നോട്ട് വായന കഴിഞ്ഞു. പിന്നീട് നമ്മുടെ ഈ പഠനം അള്ളാഹു ഭംഗിയായ രീതിയിൽ നടത്തുവാനും നമുക്കെല്ലാവർക്കും ആവേശവും ആത്മാർത്ഥയും അള്ളാഹു നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا وآتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم.